ഇത്രയും നാളില്ലാത്ത തിരക്കായിരുന്നു എനിക്ക് ഓഫീസ്. ഇപ്പോൾ സമയം 11:30 കഴിഞ്ഞു. 11:30. നാളെ വൈകിട്ട് എനിക്ക് പോവുകയും വേണം. ഇതിനെ വേണ്ടത് മാത്രം. ഇങ്ങനെ കവറിലേക്ക് ബോക്സ് ഉണ്ടായാൽ ഭയങ്കര വെയിറ്റ് ആവത്തില്ലേ? ഇത് പറ, എന്ത് തോന്നുന്നു ട്രിപ്പിന് വരാൻ പറ്റാത്തോണ്ട്? സങ്കടവും ദുഃഖവും ഒന്നും തന്നെയല്ലേ? Good night. Hello guys, welcome back to my YouTube channel. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ രാത്രിയിൽ ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വിഷ്വൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനൊരു ട്രിപ്പ് പോവുകയാണ്. ഞാൻ എന്നെടുത്ത് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ഏട്ടനും കൂടി അല്ല പോകുന്നത്. ഇപ്രാവശ്യം ഒരു ഗേൾസ് ട്രിപ്പാണ് പോകുന്നത്. ഗേൾസ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഒത്തിരി പേരൊന്നുമില്ല, ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ എങ്ങോട്ടാണ് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടാവും, അവളുടെ അടുത്ത് എത്തിയിട്ട് പറയാം. അപ്പോൾ ഞാൻ ഇന്ന് രാത്രിയിൽ എനിക്ക് ട്രെയിൻ ഉണ്ട്. നമ്മൾ നാട്ടിലോട്ട് പോകും. നാട്ടിൽ നിന്ന് നാളെ നാട്ടിലെത്തുള്ളൂ. മറ്റന്നാൾ കൊച്ചിയിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പം പാക്കിങ് കഴിഞ്ഞിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. രാത്രിയിലാണ് ട്രെയിൻ, അപ്പം നമുക്ക് സമയമുണ്ട്. പിന്നെ എനിക്കിന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വർക്കും ഇതും എല്ലാം കൂടിയിട്ട് ആകെ പടക്കുഴഞ്ഞ് കിടക്കുകയാണ്. ഇനി കുറച്ച് ദിവസം ലീവ് ആയതുകൊണ്ട് കുറച്ച് പരിപാടിയൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കേട്ടെ. അപ്പോൾ നാളെ ഞാൻ ലീവാണ്. ഇന്നിപ്പം നമ്മൾ ട്രെയിൻ കയറിയാൽ നാളെ നാട്ടിലെത്തിയിട്ട് നാട്ടിൽ കുറച്ച് പരിപാടിയുണ്ട്. ഞാനൊരു ഹെയർ കട്ട് ചെയ്താലോ എന്നിങ്ങനെ ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. കുറച്ചായി, ഒരു 4 മാസമായെന്ന് തോന്നുന്നു മുടി വെട്ടിയിട്ട്. അപ്പം മുടി വെട്ടണം. പിന്നെ നെയിൽ എക്സ്റ്റൻഷൻ ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. നെയിൽ എക്സ്റ്റൻഷനും നെയിൽ ആർട്ടും ഒന്നും ഇന്നേ വരെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചെയ്യുവാണെങ്കിൽ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ ബേസിക്കലി നമ്മൾ ട്രിപ്പിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ആ ഒരു പ്രിപ്പറേഷൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അത്ര പ്രിപ്പയർ ചെയ്യാത്ത ഒരു ട്രിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഇതിനു വേണ്ടി സാധാരണ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോഴത്തേക്കിനും 1 മാസം മുന്നേ ഞാൻ പതുക്കെ ഷോപ്പിംഗ്, 1 മാസം 2 മാസം മുന്നേ നമ്മളിങ്ങനെ ഷോപ്പിങ്ങും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെ ഒന്നും ഷോപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, ഹെയർ കട്ട്, നെയിൽ എക്സ്റ്റൻഷന്, അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നത് മിക്കവാറും നമ്മളുടെ ഡെസ്റ്റിനേഷനിലെത്തി അവിടെ വെച്ചായിരിക്കും ഇത് എൻഡ് ചെയ്യുന്നത്. അപ്പം എന്തായാലും ഈ വീഡിയോയിൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രാവൽ പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഒന്നും കൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്കിനി നാട്ടിലെത്തിയിട്ട് കാണാം. ഞാൻ ഈ ട്രെയിനിലൊന്നും പ്രത്യേകിച്ച് എടുക്കുന്നില്ല. എൻ്റെ ലാസ്റ്റ് വീഡിയോ ട്രെയിൻ ജേർണി തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ട്രെയിനിൽ കയറുന്നതോ ഇല്ലയോ അതൊന്നും എടുക്കുന്നില്ല. ഇനി നമുക്ക് നേരെ നാട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ വന്നു. ഇപ്പോൾ ഉള്ളത് തുറവൂരാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഞങ്ങൾ 2 പേരാണ് പോകുന്നത് എന്ന്. അപ്പോൾ രണ്ടാമത്തെ ആളെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെയാണ് നാളെ പോകാൻ പോകുന്നത്. ഇങ്ങോട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സലൂണിൽ പോയിട്ട് ബാങ്ക്സ് വെട്ടുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാറ്? തന്നെ കത്രിക വെച്ച് കിട്ടാറുണ്ട്. പ്രാവശ്യം ആഗ്രഹത്തിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ മുടി വെട്ടാൻ വേണ്ടി വന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ലെങ്ത് കുറയ്ക്കാനൊരു വിഷമം. പക്ഷെ പുതിയ ഐഡിയാസ് തലയിൽ ആഗ്രഹങ്ങൾ മുളച്ചു. അപ്പം ഞാൻ ബാങ്ക്സ് അങ്ങ് വെട്ടി. ഇപ്പം നെയിൽസ് ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണ്ട.
ഞാനെന്താ ഉണ്ടാകാത്ത അറിയാം, എപ്പോഴായിരിക്കും വണ്ടി ഓഫായി പോകുന്നത്. തിരക്കുണ്ടോ? തിരക്കുണ്ടെങ്കിൽ ഡിജി യാത്ര എടുക്കാം. Hey you, excited ആണോ? എയർപോർട്ടിനകത്ത് വന്നു, സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയാണ്. നമ്മൾ ലോഞ്ചിൽ പോയി, പക്ഷേ ലോഞ്ച് ആക്സസ് ഉള്ള ഒരു കടയുണ്ട്, അതുകൊണ്ട് നമുക്കത് പറ്റിയില്ല. നമ്മൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങി, ദോശയും ഇഡലിയൊക്കെ വാങ്ങി. ഇനി കഴിച്ചിട്ട് നമുക്ക് ഒത്തിരി സമയമുണ്ട് അല്ലേ? 10:50 ഉള്ളൂ ബോർഡിങ്. ഇപ്പം എത്ര മണി? 8:50 ആയിട്ടുള്ളൂ. 2 മണിക്കൂർ. അപ്പം കുഴപ്പമില്ല. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഗേറ്റിൻ്റെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ അവിടെ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു. നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഉണ്ട് ബോർഡിങ്ങിന്. വെയിറ്റ് ചെയ്യാം. സെറ്റല്ലേ? ഞെക്കിട്ടില്ലേ? ഹൈദരാബാദിൽ നിന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റ് എത്തിയിട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. എന്താ 22 എന്താണ് പിക്കാനോ അല്ലേ? പിക്കാനോ ലേസിനെ പോലൊക്കെ ഇരിക്കുന്നു, പക്ഷെ ലേസ് അല്ല. എൻ്റെ ഒച്ച പോയി. നമ്മളങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല എന്ന് വെച്ചാൽ സ്ഥലത്തെത്തി. നമ്മൾ റൂമൊക്കെ എടുത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു ഫുൾ ഡേ ട്രാവലിംഗ് ആയിരുന്നു. എൻ്റെ സൗണ്ട് പോയി, അതുകൊണ്ട് ഞാൻ ഇവളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ക്യാമറ കൈകാര്യം ചെയ്യാൻ. അത് തന്നെ. അപ്പോൾ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ല. സോ വി ആർ ഇൻ ഉദയ്പൂർ ഇൻ രാജസ്ഥാൻ. നമ്മളിവിടെ ശരിക്കും ചൂടൊക്കെ പ്രതീക്ഷിച്ചാട്ടോ വന്നത്, പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം വലിയ ചൂടില്ല, വെയിലുണ്ട്, പക്ഷെ അത്ര ചൂട് തോന്നിയില്ല കേട്ടോ. ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും അറിയത്തില്ല. നമ്മൾ സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഊബർ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു 30 കിലോമീറ്റേഴ്സ്, എയർപോർട്ടിൽ നിന്ന് 30 കിലോമീറ്റേഴ്സ് മാറിയ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇതായിരിക്കും റൂമിൽ നിന്ന് കാണുന്നല്ലേ? അല്ലല്ല, നല്ല വൃത്തിയുണ്ട് മൊത്തത്തിൽ. നമ്മൾ വന്നിട്ട് അല്ല, ഈ സിറ്റി തന്നെ ഫുള്ള് നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം. പോവാം.
അങ്ങനെ നമ്മൾ റൂമിലെത്തി. നമ്മളിപ്പോഴല്ല കേട്ടോ, കുറേ നേരം മുന്നേ റൂമിലെത്തിയായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ. റൂം ചെറുതാണ്, പക്ഷെ അടിപൊളി റൂമാണ്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ, ഓ മാൻ, ഞങ്ങൾ കറക്റ്റ് വന്നത് സൺസെറ്റിൻ്റെ സമയത്തായിരുന്നു. റൂമിൽ നിന്നുള്ള വ്യൂ. അമ്മ എന്താണ് അഭിപ്രായം? വാക്കുകളില്ല, അതുകൊണ്ട് ഞങ്ങൾ നിർത്തുവന്നു. അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാവേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു റൂമിൽ നിന്നുള്ള വ്യൂ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഓപ്പൺ ടെറസ് ഉണ്ട്, റെസ്റ്റോറൻ്റ് ആണ്. അപ്പം നമ്മൾ അവിടെ പോയി ഇരുന്ന് മാഗി കഴിച്ചു, ചായ കുടിച്ചു, പക്കോട കഴിച്ചു, കട്ടൻ കാപ്പി കുടിച്ചു. സത്യം ഭയങ്കര ക്വയറ്റായിട്ട്, ഭയങ്കര കാമായിട്ട്. അതും രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഭയങ്കര ചൂടായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത് നല്ല കൂളായിട്ടുള്ള, അല്ലേ? എനിക്കൊന്ന് ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ഉദയ്പൂർ ആണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല, വേറെ സമയത്ത് വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഞങ്ങൾ ഇന്ന് ശരിക്കും പുറത്ത് പോവാം, ഡിന്നറിന് പുറത്ത് പോകാം എന്നൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു വ്യൂവും ഈ ഒരു ആംബിയൻസും കാരണം നമ്മൾ ആ പ്ലാൻ എല്ലാം ഡ്രോപ്പ് ചെയ്തു. നമ്മൾ ഇവിടെ തന്നെ ഇന്ന് രാത്രി സ്പെൻഡ് ചെയ്യുവാണ്. ഡിന്നറിനൊന്നും നമ്മൾ പുറത്ത് പോകുന്നില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് റൂമിൽ വന്നിരിക്കുന്നത്, ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും ടെറസിൽ പോയി ഇരിക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. അത്രയ്ക്ക് അടിപൊളിയാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ അടുത്ത വീഡിയോ തൊട്ട് നല്ല ഇൻഫോർമേറ്റീവ് ആയിരിക്കും. എല്ലാം നമ്മളുടെ ഈ ഒരു ട്രിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. നമ്മൾ എങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫ്ലൈറ്റിനാണ് വന്നത്. പക്ഷെ ബാക്കി ഡീറ്റെയിൽസും നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, എവിടേക്കാണ് പോകുന്നത്, എത്ര ദിവസമാണ് ഇവിടെ ഉള്ളത് എന്നെല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. എൻ്റെ സൗണ്ട് കുറച്ച് പോയിരിക്കുകയാണ്, അപ്പം അത് നിങ്ങളൊന്ന് ക്ഷമിക്കാം. അപ്പം ഗുഡ് ബൈ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി ഞാൻ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ രാവിലെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കുറവില്ലായിരുന്നു, അല്ലേ? ഞങ്ങൾക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ സത്യം പറഞ്ഞുണ്ടല്ലോ, കഴിഞ്ഞ ജാനുവരി 2024 ജാനുവരിയിൽ ഞങ്ങൾ ഒരു ഗേൾസ് ട്രിപ്പ്, അത് ഞാനും ഇവളും ഞങ്ങളുടെ വേറൊരു കസിൻ ചേച്ചിയും കൂടെ ആയിരുന്നു പോയത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ ചാനലിൽ. അപ്പോൾ ഞങ്ങൾ 3 പേരൂടെ പോയത്. സത്യം പറഞ്ഞാൽ ആ ഒരു ട്രിപ്പോട് കൂടിയായിരുന്നു ഗേൾസ് ട്രിപ്പ് ഇത്ര അടിപൊളിയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്, അല്ലേ? അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ ചേച്ചിയും ഒക്കെ ആയിട്ട് വരാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ അവസാനം പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് ഈ ഒരു സമയത്ത് അവൈലബിലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വരാതിരിക്കേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങ് വന്നതാണ്. പക്ഷെ ഒട്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ഭയങ്കര അടിപൊളി സമയമാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഉദയ്പൂർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇനിയും പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽസുമായിട്ട് കാണാം. Until then, take care. Love you all. Bye bye. നീ അങ്ങനെയില്ല, ഏതെടുക്കുന്നു ആദ്യം വൈറ്റ് ഇടണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ കളിക്കും. പക്ഷെ ബ്ലാക്ക് അത് ചെസ്സിനാ. ഇതിലും കളിക്കാറുണ്ട്. ആദ്യം വൈറ്റ് ഇടണം. വൈറ്റ് വീണ് കഴിഞ്ഞാൽ വൈറ്റിന് 2 പോയിന്റ്, ബ്ലാക്കിന് 1 പോയിന്റ്. ഓക്കെ, ആദ്യം വൈറ്റ് വീഴണം. പക്ഷെ മറ്റേ പൗഡർ കുറവാ. പക്ഷെ ഞാൻ
അയ്യേ പൗഡർ കുറവാ. പൗഡർ ഉണ്ട് ഇവിടെ. ആ കെറ്റിലുണ്ട്. രസമുണ്ടല്ലേ. റൂമിൽ കൊണ്ടുവച്ചാലോ? വീട്ടിൽ കൊണ്ടുപോയാലോ? എന്റെ വെട്ടി കയറത്തില്ല റൂമിൽ. പിടിച്ചിട്ട് ബാഗ് പറ്റും. ഇവിടെ ക്യാമറ ഉണ്ടോ? കേൾക്കുന്നുണ്ടാവും. ട്രാൻസ്ലേറ്റ് ചെയ്ത് മണ്ണ് വാങ്ങി.